നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യത്തിന്റെ കരുത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മതവിശ്വാസികൾ. ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയും ബിസിനസ് പങ്കാളിയുമായ ജോമോന് പണം നൽകാൻ ഇല്ലായിരുന്നുവെന്ന ബിജുവിന്റെ ഭാര്യ മഞ്ജു. ജോമോൻ ഫോണിലേക്ക് വിളിച്ച ഭീഷണിപ്പെടുത്തിയിരുന്നു. കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടണം, അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെന്നും മഞ്ജു. രാജഭരണകാലത്ത് നിർമ്മിച്ച പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. വനംവകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ നിലവിൽ യാത്ര അനുവദനീയമല്ല. വിവിധയിടങ്ങളിൽ നിന്ന് ആവശ്യമുയരുന്നത് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡ് തുറന്നു നൽകണമെന്ന. കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ നെടുങ്കണ്ടം സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. നെടുങ്കണ്ടത്തേത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം. വിശദമായ വാർത്തകളിലേക്ക്. ഒരു മാസം നീണ്ട റമദാൻ വ്രതത്തിന് വിരാമമിട്ട സംസ്ഥാനത്ത് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധയിടങ്ങളിലെ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത്. മുപ്പത് ദിവസത്തെ കഠിന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. രാവിലെ മുതൽ മസ്ജിദുകളിൽ ജുമാ നമസ്കാരം നടന്നു. കട്ടപ്പന മസ്ജിദ് ഇമാം മുഹമ്മദ് യൂസഫ് അൽ ഖൗസരി ചെറിയ പെരുന്നാൾ സന്ദേശം നൽകി. രാവിലെ 8 മണിക്ക് ആരംഭിച്ച ചെറിയ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ 8:30 സമാപിച്ചു. നിരവധി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ചെറിയ പെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മത വിശ്വാസികൾ. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തുള്ള മഹല്ല് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. സഹനത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഉയർത്തിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. വണ്ടിപ്പെരിയാർ ജുമാ മസ്ജിദിൽ രാവിലെ 8:30 നമസ്കാരം ആരംഭിച്ചു. 9 മണിയോടെ അവസാനിച്ചു. പെരുന്നാൾ നമസ്കാരത്തിന് ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ഷാ മൗലവി നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ اللهم صل على سيدنا محمد سراج الظلم وسيد العرب والعجم المبعوث إلى كافة الأمم. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആലിംഗനം നടത്തി സ്നേഹം പങ്കുവച്ചാണ് മടങ്ങിയത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജമാഅത്ത് ഇമാം എ അബ്ദുൽ സലാം മൗലവി നേതൃത്വം നൽകി. കൂടാതെ കറുപ്പുപാലം, വണ്ടിപ്പെരിയാർ 62 മൈൽ, മൂങ്കലാർ, മ്ലാമല, ചെങ്കര, കീരിക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ മസ്ജിദുകളിലും ചെറിയ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയും ബിസിനസ് പങ്കാളിയുമായ ജോമോന് പണം നൽകാൻ ഇല്ലായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ മഞ്ജു. ജോമോൻ ഫോണിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. കണക്ക് പ്രകാരം ജോമോൻ തങ്ങൾക്ക് പണം തരാനുണ്ട്. ബിസിനസ് പിരിഞ്ഞപ്പോൾ രേഖകൾ പ്രകാരമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടണം, അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും മഞ്ജു തൊടുപുഴയിൽ പറഞ്ഞു. ജോമോൻ കണക്കും പ്രകാരം ജോമോൻ ഞങ്ങൾക്ക് തരാനുണ്ട്. അത് എത്രയാണെന്നുള്ളത് തീർച്ചയായിട്ടും വ്യക്തം പറഞ്ഞിട്ടില്ല. അവരുടെ വന്നിട്ടുള്ള ജോമോന് കൊടുക്കാനുള്ളത് ബീച്ചാട് കൊടുത്തിട്ടുണ്ട്.
ജോമോന് പണം കൊടുക്കാനില്ല എന്ന് തന്നെയാണോ? ഇല്ല, ജോമോന് പണം കൊടുക്കാനില്ല ഞങ്ങൾ. ജോമോന്റെ ഭാഗത്തുനിന്നുള്ള ഭീഷണി ഗൗരവത്തോടെ ആയിരുന്നില്ലേ കണ്ടത്? ഇല്ല, ബീച്ചാറിനോട് ഞാൻ പറഞ്ഞു. ബീച്ചാറിനൊക്കെ പറഞ്ഞു അവനെതിരെ എന്നെ കൊല്ലുന്നത് അവൻ എനിക്കല്ല തരാനുള്ളത് എന്നുള്ള രീതിയിലാണ് ബീച്ചാറിനോട് പറഞ്ഞത്. എന്നാണ് ഭീഷണി സന്ദേശം? ഭീഷണി സന്ദേശം ഇവർ തമ്മിൽ വഴക്കിട്ട് നിൽക്കുന്ന സമയത്താണ്. മാസങ്ങൾക്ക് മുമ്പ്? മാസങ്ങൾക്ക് മുമ്പ്. എനിക്കൊരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള കാര്യമാണെങ്കിൽ നമ്മൾ തീർക്കാനും പറഞ്ഞിട്ടുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ നീതി കിട്ടില്ല എന്ന് തോന്നലുണ്ടായത്? അല്ല, ഞാൻ പറഞ്ഞു ജോമോന് അർഹമായ ശിക്ഷ തന്നെ കിട്ടണം. ജോമോനും ജോമോന്റെ കൂട്ടാളികളും ഇതിന് പങ്കുള്ളവർക്കും. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. നിലവിൽ വനംവകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളം അടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം. 1924 വെള്ളപ്പൊക്കത്തിനു ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരിമലയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്രാ സാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു. പ്രളയാനന്തരം അടിമാലി വഴി ആലുവയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനംവകുപ്പിന്റെ അധീനതയിലായി. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനംവകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നു. റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം, കാർഷിക, വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്നും ഇവർ പറയുന്നു. അപ്പോൾ ഈ റോഡ് ഞങ്ങൾക്ക് തുറന്നു തന്നാൽ ഇന്ന് ഇതൊരു മാങ്കുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു തടങ്കലിലാണ്. കാരണം 10,000-ഓളം ആളുകളെ വനം വകുപ്പ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുക. യാത്രാ സൗകര്യമൊന്നുമില്ല. വീട്ടുതടങ്കൽ എന്ന് പറയുന്നത് പോലെ പഞ്ചായത്തിനെ മുഴുവൻ തടവിലാക്കിയിരിക്കുകയാണ്. ആനകൾക്ക് നിർബാധം സഞ്ചരിക്കുവാനായിട്ടാണ് എന്നാണ് അവർ പറയുക. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, 10,000-ഓളം ആളുകൾ, 3,000-4,000-ഓളം ആദിവാസികൾ, അവർക്ക് ഒരു യാത്ര ചെയ്യണമെങ്കിൽ, അവരെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ, അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ 4,000-ഓളം ആദിവാസികളാണോ വിലയുള്ളത്, അതെയോ 1,000-ഓളം ആനകളാണോ, ഇവിടെ കൂടിയൊക്കെ കടന്നു വരുന്ന ആനകളാണോ വിലയുള്ളത്? അപ്പോൾ മനുഷ്യന് വിലയില്ലാത്ത ആനകൾക്ക് വിലയുള്ള കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരികളുള്ള നാട്ടിലാണ് നമ്മളിന്ന് ജീവിക്കുക. കോതമംഗലത്ത് നിന്ന് അടിമാലി വഴി മൂന്നാറിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ദൂരം 80 കിലോമീറ്ററാണ്. എന്നാൽ പഴയ ആലുവ മൂന്നാർ പാതയിലൂടെ 60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ മൂന്നാറിലെത്താം. 20 കിലോമീറ്റർ ദൂരം യാത്രയ്ക്കായി ലാഭിക്കാം. കുട്ടമ്പുഴ, പൂയംകുട്ടി, കുറത്തി, പെരുമ്പൻകുത്ത് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് മൂന്നാറിലെത്തുന്നത്. പൂയംകുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള 27 കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്നത്. നിലവിൽ പെരുമ്പൻകുത്തിൽ നിന്നും കുറത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് പഴമ പേറുന്ന പുതുവഴിയാകും. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനപ്രതിനിധികളും ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് റോഡിനായി വാദിക്കുന്നവരുടെ ആവശ്യം. മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത, മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടുന്ന തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മാങ്കുളത്ത് സർവകക്ഷി യോഗം നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA യോഗത്തിൽ പങ്കെടുത്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി യോഗശേഷം MLA പറഞ്ഞു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത, മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടുന്ന നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA യോഗത്തിൽ പങ്കെടുത്തു. ഇളംപ്ലാശ്ശേരി മുതൽ കുറത്തിക്കുടി വരെയുള്ള ഭാഗത്തെ യാത്രയ്ക്കായി നിലനിൽക്കുന്ന തടസ്സം സംബന്ധിച്ചും വനംവകുപ്പിന്റെ ഇടപെടൽ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളും ഇതുവഴിയുള്ള യാത്രാ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി MLA പറഞ്ഞു. ഈ റോഡ് PWD അധീനതയിൽപ്പെട്ട റോഡാണ്. അപ്പോൾ ഈ റോഡ് യാഥാർത്ഥ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു സർവകക്ഷി യോഗം നടത്തിയിട്ടുള്ളത്. നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി
കുറത്തിക്കുടി വരെയുള്ള റോഡ് ഇപ്പോൾ പണികൾ നടന്നിരിക്കുന്നു. അതേപോലെ കുറത്തിക്കുടിയിൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ അവിടുത്തെ ഉന്നതിയുടെ ഭാഗമായിട്ടുള്ള റോഡാണ്. പിന്നീട് വരുന്ന ഒരു ഏകദേശം ഒരു 7.5 കിലോമീറ്റർ റോഡ് ഇപ്പോൾ വനവകുപ്പ് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കാണുന്നതിനും അതുപോലെ ഈ റോഡ് അന്നിപ്പോൾ മലയോര ഹൈവേയായി പ്രഖ്യാപിച്ച ഈ റോഡ് ജനങ്ങൾക്ക് മാങ്കുളം പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ കുറത്തിക്കുടിയിലും കോതമംഗലം മണ്ഡലത്തെ എൽമലാശ്ശേരി 6 മൈൽ ഭാഗത്തുള്ള ആളുകളെല്ലാം ഉപയോഗിക്കാൻ പാകത്തിന് ഈ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നൊരു യോഗം ചേർന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ ബാക്കിയുള്ള മന്ത്രിമാരെയും കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീറനാക്കുന്നേൽ, മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മലയോര ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രാജപാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. ഇരുപാതകളുടെയും കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പുരോഗതിയും കോടതി വ്യവഹാരങ്ങളുടെ തലസ്ഥിതി അടക്കമുള്ള കാര്യങ്ങളും വിവിധ ആളുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. പാതകളുടെ കാര്യത്തിൽ നിയമസഭയിൽ താൻ എടുത്തിട്ടുള്ള നിലപാടുകളും ഇടപെടലുകളും യോഗത്തിൽ MLA വ്യക്തമാക്കി. പാതകൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി ഭരണതലത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ MLAക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ നെടുങ്കണ്ടം സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്തേത്. കിഫ്ബിയിൽ നിന്ന് 10 കോടിയും സർക്കാർ വിഹിതമായ 3 കോടിയും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ 1 കോടി രൂപയും ചിലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് സ്റ്റേഡിയം പണിതത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-ന് ഉദ്ഘാടനം നടന്നു. 1 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബെർമുഡ ഗ്രാസ് നട്ട് പിടിപ്പിച്ചത്. എന്നാൽ ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പൂർത്തിയായിട്ടില്ല. അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരിക്കേണ്ടത്. ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച 30ഓളം സ്പ്രിംഗ്ലർ വേണം. അതിൽ പകുതി പോലും സ്ഥാപിച്ചിട്ടില്ലെന്ന് പരിശീലകനായ റീസൺ പി ജോസഫ് പറയുന്നു. അപ്പോൾ ഈ നമ്മുടെ ഫീൽഡും അതുപോലെ തന്നെ ഇത് ഒരു നാശത്തിൻ്റെ വക്കിലേക്ക് പോയിരിക്കുകയാണ്. അത് ശരിയായ രീതിയിൽ അതിന് നനയ്ക്കാനുള്ള സംവിധാനം, സ്പ്രിംഗ്ലർ സംവിധാനം പ്രവർത്തനക്ഷമമാക്കാത്തതാണ് പ്രശ്നം. അത് സ്വാഭാവികമായിട്ടും കരാറുകാരൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ്ലർ സംവിധാനം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കി അവരെ നമ്മൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ 1 മാസം മുമ്പ് ഇവിടെ വന്ന പണികൾ പകുതിയാക്കി പിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. അവർ അടിയന്തരമായിട്ട് അവരെ കൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിച്ച് എത്രയും വേഗം അത് പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഇനിയും സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഇത് വലിയ നാശത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 6 ഏക്കർ വരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടോറുമുണ്ട്. ചെലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ തർക്കമുയർന്നതോടെ പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങിയതായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ഇടപ്പള്ളിക്കുന്നേൽ പറഞ്ഞു. ഇപ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇത് ഈ സ്റ്റേഡിയത്തിലെ പച്ച പുൽത്തകടി, ഈ മൈതാനത്തിലെ പച്ച പുൽത്തകടി മുഴുവൻ കരിഞ്ഞുണങ്ങി നാമാവശേഷമായിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് എല്ലാ ഇന്റർനാഷണൽ സ്റ്റേഡിയങ്ങളിലുമുള്ള എല്ലാ നൂതനമായ ആധുനികമായ എല്ലാ ടെക്നോളജികളും ഈ സ്റ്റേഡിയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഉയരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉയരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായി സ്പ്രിംഗ്ലർ സംവിധാനം ഈ സ്റ്റേഡിയത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉയർന്നു വന്ന് ഈ പുൽത്തകടി നനച്ച് പുല്ല് നല്ല മനോഹരമായി നിലനിർത്തുന്നതിനുള്ള എല്ലാ ടെക്നോളജിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കരാറുകാരൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടത്തിയിട്ടില്ല. അദ്ദേഹം അത് പണി നിർത്തി അദ്ദേഹം പോയി. പക്ഷെ കിറ്റ്കോ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം പണി നിർത്തി പോകുമ്പോൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണം വേറൊരു കമ്പനിയെ ഏൽപ്പിച്ച് ഇത് പൂർത്തീകരിച്ച് എത്രയും വേഗം ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം 50 ലക്ഷം രൂപ, 1/2 കോടിയോളം രൂപ അയാളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള തുക ഇവരുടെ കയ്യിലുണ്ട്. ആ തുക മതി ഇതിന്റെ നിർമ്മാണം മുഴുവൻ പൂർത്തീകരിച്ച് ഈ സ്റ്റേഡിയം നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്ത് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കും. കിറ്റ്കോ നിയോഗിച്ച കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല. പുതുതായി ബെർമുഡ ഗ്രാസ് വച്ചുപിടിപ്പിക്കുന്നതിന് ചിലവാക്കേണ്ട ലക്ഷങ്ങൾ ആര് മുടക്കും എന്നതിലും തർക്കം തുടരുകയാണ്. കിഫ്ബിയും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇടുക്കിയുടെ അഭിമാനമായ നെടുങ്കണ്ടം ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം വേഗത്തിൽ ഇല്ലാതാകും.
എമ്പുരാൻ വിവാദത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി. സിനിമയെ സിനിമയായി കാണണം. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരുന്ന് കല്ലെറിയുകയാണ്. സൈബർ ആക്രമണം അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ. ന്യായം എവിടെയോ അതിനൊപ്പം നിൽക്കുമെന്നും ആസിഫ് അലി തൊടുപുഴയിൽ പറഞ്ഞു. പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില കോമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക, അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. സ്വകാര്യ ബസ്സിൽ രോഗിയായ വയോധികയ്ക്ക് യാത്ര നിഷേധിച്ചെന്ന് പരാതി. മുനിയറ സ്വദേശി വലിയകുന്നിൽ മേരിയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനായി കട്ടപ്പനയിലേക്ക് ബസ് കയറാൻ നിൽക്കവേ ബസ് നിർത്തിയ ശേഷം വാഹനം മുന്നോട്ട് പോവുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ ഇവർ പോലീസിൽ പരാതി നൽകി. 2 വർഷം മുമ്പ് മേരിക്ക് സ്ട്രോക്ക് വന്നിരുന്നു. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ചെയ്തു വരികയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഫിസിയോതെറാപ്പിക്കായി കട്ടപ്പനയിലെ മകളുടെ വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് സ്വകാര്യ ബസ്സിൽ യാത്ര നിഷേധിച്ചതെന്നാണ് പരാതി. മുനിയറ സ്കൂളിന് മുൻപിൽ ബസ് കാത്തുനിന്ന മേരിയെ ബസ്സിന് കൈ കാണിച്ചു. ബസ് നിർത്തിയ സമയം സഞ്ചി എടുക്കാനായി തിരിഞ്ഞ വേളയിൽ വാഹനം മുന്നോട്ട് പോയെന്നാണ് പരാതി. ഇതോടെ ഇവരുടെ യാത്ര മുടങ്ങി. കട്ടപ്പന ഈട്ടിത്തോപ്പ് മേലേച്ചിന്നാർ മുനിയറ വഴി അടിമാലിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് യാത്ര നിഷേധിച്ചതെന്നാണ് ആരോപണം. മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നീട് അതേ റൂട്ടിൽ ബസ് ഉള്ളത്. ഇതോടെ ഏറെ വൈകിയാണ് താൻ കട്ടപ്പനയിലെത്തിയതെന്നും മേരി പറയുന്നു. ബസ് 2 പഞ്ചായപ്പോഴത്തേക്കും വന്ന് ഞാൻ ബസ് കൈ കാണിച്ച് നിർത്തിയിട്ട് ലഗേജ് എടുക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ കൈ കാണിച്ചിട്ട് ലഗേജ് എടുക്കാൻ വേണ്ടി അത് എന്നെ കേട്ടാൽ വിട്ടു പോരുകയും ചെയ്തു. ഞാൻ പ്രായമുള്ള ഒരാളാണ്. അത് തന്നെയല്ല 1.5 വർഷം മുമ്പ് സ്റ്റോക്ക് വന്ന് എൻ്റെ കൈയും കാലൊക്കെ തളർന്നു പോയി. ഞാൻ ഇങ്ങോട്ട് കട്ടപ്പനയ്ക്ക് പോരുന്നത് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് പുള്ളിക്കാരി ഈ ബസ് വിട്ടുപോകുന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ മുന്നേറുന്ന കട്ടപ്പനയ്ക്ക് വരാൻ പറ്റുന്നുമില്ല. നിരവധി ആളുകളുടെ സഹായത്തോടെയാണ് പിന്നീട് മേരി കട്ടപ്പനയിൽ താമസമാക്കിയ മകൾ ദീപ്തിയുടെ വീട്ടിലെത്തിയത്. രോഗിയായ മാതാവിനുണ്ടായ പ്രതിസന്ധിയിൽ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതായും കുടുംബം പറഞ്ഞു. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് മക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം പ്രായമായവരെ നമ്മുടെ സമൂഹത്തിൽ പരിഗണിക്കണം. പ്രായമായവർക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തു പറയാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് മറ്റുള്ളവരെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷെ ഇതിനെ പ്രതി ഒരുപാട് മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ വേദനിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടരുത്. എല്ലാ അമ്മമാരും നമുക്കെല്ലാവർക്കും അമ്മമാരുണ്ട്. എല്ലാവരും സംരക്ഷിക്കപ്പെടണം. കുട്ടികളാണെങ്കിലും എല്ലാവരും സമൂഹത്തിൽ സംരക്ഷിക്കപ്പെടണം. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നത്. വാർദ്ധക്യമേറിയ ആളുകളോട് സമൂഹത്തിലെ ചിലർ കാണിക്കുന്ന ഇത്തരം മനോഭാവത്തിനെതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി വെള്ളത്തുവൽ പോലീസിന് കൈമാറും. രാസലഹരി മാഫിയക്കെതിരെയും തോട്ടം തൊഴിലാളികളോടുള്ള നീതി നിഷേധത്തിനെതിരെയും BJP വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ധർണ സംഘടിപ്പിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു.
ലഹരി മാഫിയക്കെതിരെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഓരോ പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാറിലും ധർണ സംഘടിപ്പിച്ചത്. കൂടാതെ തോട്ടം തൊഴിലാളികളോടുള്ള നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ചുകൂടിയായിരുന്നു സമരം. വണ്ടിപ്പെരിയാർ സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന ധർണയിൽ മഞ്ചുമല ഏരിയ പ്രസിഡന്റ് അജയൻ കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ മയക്കുമരുന്ന് ക്യാൻസറിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുവാൻ കൂട്ടായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കണം. ആ തീരുമാനത്തിന് അവിടെ ഒരു രാഷ്ട്രീയമില്ല. കാരണം ഈ മയക്കുമരുന്നിന്റെ വ്യാപനത്തിനും ദുരന്തത്തിനും കൂടുതലുള്ള ലക്ഷ്യം നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുക, തലമുറയെ ഇല്ലാതാക്കുക. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിലൂടെ നിലനിൽക്കുന്ന മര്യാദകളെയും മൂല്യങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും ഭരണത്തെ എല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ സമൂഹത്തെ തകർക്കാനാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി AV മുരളീധരൻ, മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി സോണി, അരുൺ കെ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ സന്ദേശ റാലിയോടെയാണ് മാലിന്യമുക്ത പഞ്ചായത്ത് തല പ്രഖ്യാപനത്തിന് തുടക്കമായത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പടിക്കൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും അതിലൊരു ഭാഗമായിക്കൊണ്ട് നമ്മുടെ 18 വാർഡുകളും മാലിന്യമുക്തമാക്കി. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു പൊതുസമ്മേളനമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടുന്നത്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകൾ ആശാവർക്കർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ കൂടിക്കൊണ്ട് അതാത് വാർഡുകൾ, അതുപോലെ തന്നെ ആ വാർഡിലെ പൊതുസ്ഥാപനങ്ങൾ, തോടുകൾ, റോഡുകൾ എല്ലാം മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടുന്ന പരിശ്രമം 100% നടന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദുമോൻ VR മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഹരിതസേന അംഗങ്ങളെ മൊമെന്റോ നൽകി ആദരിച്ചു. പഞ്ചായത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെയും റെസിഡൻസ് അസോസിയേഷനെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ സ്കൂളുകളിലെ NSS, NCC, SPC കേഡറ്റുകൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പുനർസംഘടിപ്പിച്ച INTUC നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആദ്യ യോഗം പുളിയൻമലയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടൂക്കാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പുനർസംഘടിപ്പിച്ച മണ്ഡലം കമ്മിറ്റികളുടെ യോഗം അടിയന്തരമായി കൂടാൻ യോഗത്തിൽ തീരുമാനമായി. INTUC ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടൂക്കാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു പാർട്ടിയുടെ പ്രവർത്തനം പറഞ്ഞാൽ ഒരു അധികാരത്തിൽ കൊണ്ടുവരാൻ, ആ അധികാരത്തിൽ നിന്ന് നമുക്ക് ചില ലാഭങ്ങൾ കിട്ടും. താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ, തൊഴിൽ മേഖലയ്ക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പല മേഖലകളുണ്ട്. നിങ്ങൾക്കറിയാവോ, പുതിയ യൂണിയൻ 2 എണ്ണം ഉണ്ടാക്കേണ്ട ഗതികൾ വന്നു. ഒന്ന് നന്മ എന്ന് പറഞ്ഞ ഒരു യൂണിയൻ, നെറ്റ്വർക്കിനുമാകുന്ന ബിസിനസ് ചെയ്യുന്ന യൂണിയന് അറിയാവുന്നവർ കാണും, അറിയാത്തവർ കാണും. അപ്പൊ ആ ഒരു യൂണിയന് കഴിഞ്ഞ ആഴ്ച ഇടുക്കി വെച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ഭാരവാഹികളുടെ പ്രവർത്തനത്തിന്റെ ഭാരവാഹി. അപ്പൊ നന്മയുടെ ഒരു ജില്ലാ കമ്മിറ്റി കഴിഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് P. അമ്പിളിവിലാസം അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PR അയ്യപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ വക്കച്ചൻ, രാജു ബേബി, നെൽസൺ, ജോൺ P. തോമസ്, KC ബിച്ചു, KD മോഹനൻ, സിന്ധു സുകുമാരൻ, ആരിഫ അയ്യൂബ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്ന വിവിധ വയോജന സൗഹൃദ പദ്ധതികളുടെ ഭാഗമായി വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് സഫരം 2025 എന്ന പേരിൽ നടത്തിയ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻറ്റാമോൾ വർഗീസ് നിർവഹിച്ചു. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസവും സാമൂഹ്യ സുരക്ഷയും ഉന്നതിയും ലക്ഷ്യമിട്ടാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് തല വയോജന സംഗമം പരിപാടിയിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായവരും മികച്ച കലാപരിപാടികൾ അവതരിപ്പിച്ചവരുമായ 40 വയോജനങ്ങൾക്കാണ് യാത്രയ്ക്ക് അവസരമൊരുക്കിയത്. തങ്കമണിയിൽ നിന്നാരംഭിച്ച കുമളി വഴി മുന്തിരിപ്പാടം, കമ്പം, ചിന്നമന്നൂർ, തേനി ടൗൺ, തേവാരത്തെ പച്ചക്കറിത്തോട്ടങ്ങൾ, നെൽപ്പാടങ്ങൾ, പെരിയകുളം ഹോർട്ടിക്കൾച്ചർ കോളേജ്,
കാമാച്ചിപുരത്തെ കാർഷിക നഴ്സറി, വൈഗ ഡാം, ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ, വീരപാണ്ഡി ക്ഷേത്രം, തേനിയിൽ നിന്ന് ബോഡിയിലേക്കുള്ള ട്രെയിൻ യാത്ര എന്നിവയാണ് പരിപാടിയിൽ ഒരുക്കിയിരുന്നത്. സഫലം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്രയുടെ ഫ്ളാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം സാമൂഹിക ഇതുമായിട്ട് ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സോണി ചൊള്ളാമഠത്തിനെയും അവരുടെ അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ടൂറ് അറേഞ്ച് ചെയ്തിരുന്നു. സഫലം 2025. നമ്മളിപ്പോൾ ടൂർ പോകുന്നത് തമിഴ്നാട്, വൈഗ ആ ഭാഗങ്ങളിലോട്ടാണ്. ഈ പോകുന്ന ഉല്ലാസയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജില്ലയിലെ പ്രധാന NGOയിലൊന്നായ വൊസാഡ്, തങ്കമണി സർവീസ് സഹകരണ ബാങ്ക്, പ്രിയം കേറ്ററിംഗ് തുടങ്ങിയവരാണ് വയോജനങ്ങളുടെ ഉല്ലാസയാത്രയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം, ഷെർലി ജോസഫ്, ICDS സൂപ്പർവൈസർ D മറിയാമ്മ, തങ്കമണി SCB ബോർഡ് അംഗം KS മോഹനൻ, ഷിജിമോൾ സിറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പനയിൽ ലഹരിക്കെതിരെ നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടി. കട്ടപ്പന സ്കാർഫേസ് സ്പോർട്സ് ക്ലബ്ബും കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിൽ കട്ടപ്പന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെയാണ് കട്ടപ്പന സ്കാർഫേസ് സ്പോർട്സ് ക്ലബ്ബും കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങും വ്യത്യസ്ത ആശയവുമായി രംഗത്തെത്തിയത്. വളർന്നുവരുന്ന പുതുതലമുറയെ നശിപ്പിക്കുന്ന തരത്തിൽ രാസലഹരിയുടെ ഉപയോഗം കൂടുന്നു. ഇതിനെതിരെയാണ് കട്ടപ്പനയിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 16ഓളം ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരച്ചു. ലഹരിക്കെതിരെ നല്ല വാചകം എഴുതി അയക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. വ്യത്യസ്തമായ വാചകം എഴുതി അയച്ച ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ജുവൽ മരിയ സുബിനാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത്. ഓരോ കുട്ടികളും ഇന്ന് മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിനും ഒക്കെ അഡിക്റ്റ് ആയിരിക്കുന്നു. ആർക്കും പാടങ്ങളിലും പറമ്പുകളിലും ഒന്നും പോയി കളിക്കുന്ന ഒരു ശീലമില്ല. മനുഷ്യനിർമ്മിതമായ ലഹരി ഉപയോഗിച്ച് ഓരോരുത്തരും അവരുടെ തന്നെ ജീവിതം നശിപ്പിക്കുന്നു. കായികമാണ് ലഹരി, കലയാണ് ലഹരി എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വലിച്ചു തീർന്ന ഓരോ പുക ചുരുളുകളിലും എരിഞ്ഞു തീർന്ന ജീവിതങ്ങൾ അനവധി എന്നായിരുന്നു വാചകം. കട്ടപ്പന ATS അരീനയിൽ വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും മൊമെന്റോ നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് കായിക ലഹരി തുടർ പ്രഖ്യാപനം നടത്തി. അപ്പോൾ അങ്ങനെ വളരെയധികം ഇതിലേക്ക് വഴിയാണ്. ഇന്ന് നമ്മൾ TV നോക്കിയാൽ തന്നെ 2 കേസ് ലഹരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തം വരുത്തണമെങ്കിൽ ഇതിന്റെ ഡൈവേർഷൻ ആവശ്യമാണ്. ആ ഡൈവേർഷന്റെ ഭാഗമാണ് ഇന്ന് കൂടി വന്നിരിക്കുന്ന ഈ ടൂർണമെന്റ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ടൂർണമെന്റിൽ വരുവാനും ഇവിടെ സംസാരിക്കാനും ഇടയാക്കിയത്. മുന്നോട്ട് ഈ ടൂർണമെന്റ് കണ്ടിന്യൂ ചെയ്യണം. അതിന് വേണ്ടുന്ന എല്ലാ സഹായവും കട്ടപ്പന മെർച്ചൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതായത് അടുത്തൊരു വോളിബോൾ ടൂർണമെന്റായിട്ടും അതിൽ സാമ്പത്തികമായി ഇച്ചിരി ബുദ്ധിമുട്ട് കൊള്ളും, എന്നാലും നമുക്ക് നോക്കാം. അതിനുശേഷം ഫുട്ബോൾ ടൂർണമെന്റ് അത് വരുമ്പോൾ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും ഇതെല്ലാം ഈ 5-6 സംഘടനകളുടെ പേര് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മുടെ ആൾക്കാർ, നമ്മുടെ പിള്ളേരാണ്. ഞാൻ എല്ലാവിധമായ പിന്തുണയും നൽകുന്നു. കട്ടപ്പന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. 3001 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും ഇവർക്ക് ലഭിച്ചു. കട്ടപ്പന സ്പാർട്ടൻ FC ടീം ടൂർണമെന്റിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ പെന്നി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകമല, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, സ്കാർഫേസ് സ്പോർട്സ് ക്ലബ് രക്ഷാധികാരി സിജോ എവറസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു. മാങ്കുളം സുബ്രഹ്മണ്യ സ്വാമി ഭദ്രകാളി വനദുർഗ ദേവീ ക്ഷേത്രത്തിൽ തിരുവുത്സവവും പ്രതിഷ്ഠാ വാർഷികവും പൊങ്കാലയും ഏപ്രിൽ 1 മുതൽ 7 വരെ നടക്കും. 1-ാം തീയതി രാവിലെ 10-നും 11-നും ഇടയിൽ ഉത്സവത്തിന് കൊടിയുയരും. 6-ാം തീയതി ക്ഷേത്രത്തിൽ പൊങ്കാലയും 7-ന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും. മാങ്കുളം സുബ്രഹ്മണ്യ സ്വാമി ഭദ്രകാളി വനദുർഗ ദേവീ ക്ഷേത്രത്തിൽ 7 ദിവസം നീളുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് ഏപ്രിൽ 1-ന് തുടക്കം കുറിക്കുന്നത്. 1-ാം തീയതി രാവിലെ 10-നും 11-നും ഇടയിൽ ശിവഗിരി മഠം തന്ത്രി ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥസ്വാമി, ക്ഷേത്രമേൽശാന്തി ജോഷി നാരായണൻ, സജി ശാന്തി, രവീന്ദ്രൻ ശാന്തി, അന്തു ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ
കൊടി ഉയരും. 2-ന് രാവിലെ മഹാഗണപതി ഹോമവും വൈകിട്ട് സർപ്പപൂജയും 100 പാലും സർപ്പപ്പാട്ടും നടക്കും. 3-ന് രാവിലെ മഹാമൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് ഗുളികന് മേശ വഴിപാട്, 4-ന് വൈകിട്ട് 7-ന് ഭഗവതി സേവ, 5-ന് രാവിലെ രക്ഷസിന് വിശേഷാൽ പൂജ, പാൽപായസം, വൈകിട്ട് മഹാസുദർശന ഹോമം എന്നിവയും നടക്കും. 6-ാം തീയതി രാവിലെ 10-ന് പൊങ്കാല മഹോത്സവം നടക്കും. വൈകിട്ട് 6-ന് പള്ളിവേട്ടയും തുടർന്ന് ഗാനമേളയും അരങ്ങേറും. ഉത്സവത്തിന്റെ 7-ാം ദിവസം വൈകിട്ട് ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. തുടർന്ന് താളംകണ്ടത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും നടക്കും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മാങ്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുത്സവം ഏപ്രിൽ 1-ാം തീയതി രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറുകയാണ്. ഈ അവസരത്തിൽ അടിമാലി യൂണിയൻ്റെ നേതാക്കളും വനിതാ സംഘം നേതാക്കളും യൂത്ത് മൂവ്മെൻ്റ് നേതാക്കളും ഉൾപ്പെടെയുള്ള നേതാക്കളും മാങ്കുളത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഈ അവസരത്തിൽ പങ്കെടുക്കുന്നതാണ്. ശേഷം ബാക്കി 1 തൊട്ട് 7 വരെയാണ് ക്ഷേത്ര ഉത്സവ തിരുത്സവം. 6-ാം തീയതി മാങ്കുളം പൊങ്കാലയും വൈകുന്നേരം കോട്ടയം കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേളയും 7-ാം തീയതി താളങ്കണ്ടത്ത് ആരംഭിക്കുന്ന താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരിക്കുന്നതാണ്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും 3 നേരം അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിൽ കലാസന്ധിയും അരങ്ങേറുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ഷിജി കരിക്കനാട്ട്, സെക്രട്ടറി മോഹൻദാസ് മുകളയിൽ, വൈസ് പ്രസിഡന്റ് സീമ കലേഷ്, ആഘോഷ കമ്മിറ്റി കൺവീനർ കലേഷ് കുമാർ മുണ്ടപ്ലാക്കൽ എന്നിവർ അറിയിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിന്റെ വാർഷിക ആഘോഷം നടന്നു. കട്ടപ്പന സീനിയർ ഡിവിഷണൽ സബ് ജഡ്ജ് CGNN ഉദ്ഘാടനം ചെയ്തു. പ്രയാഗ് 2025 എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മഹാകുംഭമേളയ്ക്ക് ആദരവർപ്പിച്ചാണ് വാർഷികത്തിന് പ്രയാഗ് 2025 എന്ന് പേര് നൽകിയത്. കട്ടപ്പന സീനിയർ ഡിവിഷണൽ സബ് ജഡ്ജ് CGNN വാർഷികം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കൈവെത്തുമ്പോഴുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പെർഫെക്ഷനിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. അത് കൂട്ടുകാരോട് കോമ്പറ്റ് ചെയ്തിട്ടല്ല, സ്വയം അങ്ങനെ സ്വയം നമ്മളിലേക്ക് കണ്ടുപിടിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരുമായിട്ടും കോമ്പറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കും ഈ ലോകത്തൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം വേറെ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല, നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ അതുമായിട്ട് കോമ്പറ്റ് ചെയ്യുവാണെങ്കിൽ. ഗുരുകുലം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീനഗരി രാജൻ അധ്യക്ഷനായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ കേരള ഘടകം സെക്രട്ടറി റിജി KR മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ അനീഷ് KS, മാനേജർ MT ഷിബു, ഗുരുകുലം ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ TS മധു, ഡോക്ടർ ഗീതമ്മ, മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ അനിൽ, PTA പ്രസിഡന്റ് TN രവീന്ദ്രൻ, വൈസ് പ്രിൻസിപ്പൽ റാണിമോൾ K നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഏപ്രിൽ 1-ന് വീണ്ടും തുറക്കും. വരയാടുകളുടെ പ്രജനന കാലത്തോടനുബന്ധിച്ച് 2 മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുക കൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ ഉദ്യാനത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത്. ഈ സീസണിൽ ഇതുവരെ 80-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20-ന് ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുക കൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. 1 മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യത്തിന്റെ കരുത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മതവിശ്വാസികൾ.
ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയും ബിസിനസ് പങ്കാളിയുമായ ജോമോന് പണം നൽകാൻ ഇല്ലായിരുന്നുവെന്ന ബിജുവിന്റെ ഭാര്യ മഞ്ജു. ജോമോൻ ഫോണിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടണം, അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെന്നും മഞ്ജു. രാജഭരണകാലത്ത് നിർമ്മിച്ച പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. വനംവകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ നിലവിൽ യാത്ര അനുവദനീയമല്ല. വിവിധയിടങ്ങളിൽ നിന്ന് ആവശ്യമുയരുന്നത് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡ് തുറന്നു നൽകണമെന്ന. കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ നെടുങ്കണ്ടം സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. നെടുങ്കണ്ടത്തേത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.